കർത്താവിയുടെ നായ്ക്കുട്ടി എന്ന് പറയാൻ ഉപയോഗിച്ച വാക്ക് തെരുവിലൂടെ നടക്കുന്ന പട്ടികളെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കല്ല. വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന, പെറ്റായിട്ട് വളർത്തുന്ന പട്ടികളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അതായത് തെരുവിൽ കൂടെ നടക്കുന്ന പട്ടികള് നമ്മളെ തെരുവിലേക്ക് വല്ലതും വലിച്ചെറിയുമ്പോൾ തിന്നുന്ന ആ ഒരു അർത്ഥത്തിലല്ല പറയുന്നത്. വീട്ടിൽ തന്നെയുള്ളതാണ്, വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ്. വെറുതെ വളർത്തുന്നു എന്നല്ല, വളരെ ഓമനിച്ച് തന്നെ വളർത്തുന്ന പട്ടി, പെറ്റെന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ട പട്ടി, ആ വാക്കാണ് കർത്താവ് ഉപയോഗിച്ചത്. അപ്പോൾ സങ്കല്പിച്ചു നോക്കുക, വീട്ടിലെ പെറ്റായിട്ട് വളർത്തുന്ന ഒരു പട്ടിയാണ്. വീടിനകത്ത് എവിടെയും കയറി നടക്കാൻ സ്വാതന്ത്ര്യമുള്ളതാണ്. അവിടെ മക്കളിരുന്നേ ഭക്ഷണം കഴിക്കുന്നു. നായ്ക്കുട്ടി ആ മേശയുടെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. മക്കൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചില കഷ്ണങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് താഴെ പോകും. താഴെ പോകുമ്പോൾ മേശയ്ക്കടിയിൽ കൂടെ നടക്കുന്നതായ ഈ പട്ടിക്കുഞ്ഞ് അല്ലെങ്കിൽ പട്ടി അത് പിറകെ തിന്നും. പ്രത്യേകം ആ പട്ടിക്ക് വേണ്ടി കൊടുത്തതല്ല. കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ച് തീരുമ്പോഴേക്കും നായ്ക്കുട്ടിയുടെയും വയറ് ഫുള്ളാകും. കാരണം കുഞ്ഞുങ്ങളെല്ലാം കൂടെ തിന്നപ്പോഴേ കുറെ കഷ്ണങ്ങളൊക്കെ താഴെ പോയിരിക്കും. ആർക്കും വേണ്ടാത്ത രൂപത്തിൽ പോയതാണത്. എന്നാൽ നായ്ക്കുട്ടിയെ സംബന്ധിച്ച് അത് വിലപ്പെട്ട ഒരു സാധനമാണ്. അങ്ങനെ നായ്ക്കുട്ടി താഴെ വീഴുന്ന നുറുക്കുകളൊക്കെ കഴിക്കുന്നില്ലയോ എന്നാണ് ഇവള് പറഞ്ഞത്. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് ഉപയോഗിക്കുന്ന വാക്കും അത് തന്നെയാണ്. തെരുവ് നായയെ കുറിച്ചല്ല ഇവള് സംസാരിക്കുന്നത്. ഇവള് പറയുന്നത് വീട്ടിൽ വളർത്തുന്ന പട്ടികള് കുട്ടികൾ തിന്നുന്ന ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ആ നുറുക്കുകളൊക്കെ തിന്ന് ജീവിക്കുന്നില്ലയോ എന്നാണ് പറഞ്ഞത്. ഇവളുടെ മറുപടി കർത്താവിന് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് തുടർന്നുള്ള വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കർത്താവ് പറയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അപ്പൊ കർത്താവ് ഇവളോട് പറയാണ്, നിന്റെ വിശ്വാസം ഭയങ്കരമാണ്, അത് വലിയൊരു കാര്യമാണ്. യഹൂദന്മാരുടെ ഇടയ്ക്ക് പോലും ഇല്ലാത്ത ആ വിശ്വാസമാണ്. നിന്റെ ആ വാചകങ്ങൾ ഭയങ്കരമാണ്. അല്ലാതെ പട്ടീന്നൊക്കെ പറഞ്ഞപ്പോ നീ ഇട്ടുകളഞ്ഞു പോകുകയല്ല ചെയ്തത്. ഞാൻ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നീ അതിന് ശരിയായ ഒരു മറുപടി പറഞ്ഞു. ഇത്ര കഠിനമായ വിശ്വാസമുള്ള, ശ്രേഷ്ഠമായ വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ ഇതുപോലൊരു മറുപടി പറയാൻ കഴിയൂ എന്നാണ് കർത്താവ് പറയുന്നത്. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താണ് ഇവൾക്ക് വേണ്ടതെന്നും കർത്താവ് ചോദിച്ചില്ല. എങ്കിലും കർത്താവിന് കാര്യങ്ങൾ അറിയാം. കർത്താവ് പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അതങ്ങനെ തന്നെ നടന്നു. അവളുടെ മകൾക്ക് ആ നിമിഷം തന്നെ സൗഖ്യമാകുകയും ചെയ്തു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന് ചുരുക്കം? ദൈവീക പദ്ധതിയിൽ യഹൂദന്മാരെ സഹായിക്കാൻ മാത്രമേ അവിടെ അപ്പോൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ ഔട്ട് ഓഫ് ടേൺ ആയിട്ട്, അതായത് യഹൂദന്മാരെ കർത്താവിനെ തള്ളിക്കളയുന്നതിന് മുൻപ് യഹൂദന്മാരെ അല്ലാതെ മറ്റാരെയും സഹായിക്കാൻ പാടില്ലാത്തതാണെങ്കിലും കടന്ന ആ വിശ്വാസ നിമിത്തം ആ കനാന്യ സ്ത്രീക്ക് കർത്താവിങ്കിൽ നിന്ന് നന്മ പ്രാപിക്കുവാൻ കഴിഞ്ഞു. അവിടെ വായിൽ നിന്ന് വന്ന ആ വാചകങ്ങൾ അവക്ക് നന്മ നേടിക്കൊടുക്കുവാനിടയായി തീർന്നു. നമ്മുടെ ഓരോ വാചകങ്ങളിൽ നിന്നാണ് പലപ്പോഴും നമുക്ക് കർത്താവിങ്കിൽ നിന്ന് പലതും ലഭിക്കുന്നത്. താലന്തുകളുടെ ഉപമ പറഞ്ഞപ്പോൾ കർത്താവ് അവസാനം ആ ഒരു താലന്ത് കിട്ടിയ മടിയനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരൊക്കെ വേലയെടുത്ത് ഇരട്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്നു, വ്യാപാരം ചെയ്ത് ഇരട്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്നപ്പോൾ ഈ മടിയനായ മനുഷ്യന് ഒരു താലന്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടേച്ച് അവസാനം ചോദിച്ചപ്പോൾ തിരികെ എടുത്തോണ്ട് വന്ന് കൊടുത്തു. എന്നിട്ട് ഒരു കമന്റ് പറയുന്നു. ഇവൻ പറയുകയാണെന്നിരിക്കട്ടെ, കർത്താവേ, എനിക്ക് വേല ചെയ്യാൻ അറിയത്തില്ല, ബിസിനസ് ചെയ്യാൻ അറിയത്തില്ല, അതുകൊണ്ട് നഷ്ടമൊന്നും വരുത്തിയില്ല, നീ തന്നതായ താലന്ത് ഇതാ തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ പോട്ടെന്ന് വെച്ചേന്. പക്ഷേ ഇവന് അവിടെ ഒരു കമന്റ് പറയുന്നത്, നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ തന്നതായ താലന്ത് ഞാൻ കൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു, നീ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ യജമാനന് അതേ വാചകം തിരിച്ചങ്ങോട്ട് പറയുകയാണ്, ഞാന് വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാണ് എന്ന് നിനക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പണം കൊണ്ടുപോയി നീ എന്തുകൊണ്ട് പലിശയ്ക്ക് കൊടുത്തില്ല? അവിടെ കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ, ഇന്നത്തെ കണക്കിന് പറഞ്ഞാൽ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് പലിശയെങ്കിലും കിട്ടുമായിരുന്നല്ലോ. നീ അതുപോലും ചെയ്യാതിരുന്നത് കൊണ്ട് നിന്നെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇവൻ വാസ്തവത്തില് ശിക്ഷ ചോദിച്ചു വാങ്ങിക്കുകയാണ് ചെയ്തത്. അവൻ അതിനുവേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞാല് ശിക്ഷ ആവശ്യമില്ലാത്ത വാചകങ്ങൾ പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്.
അതിനു പകരമായിട്ട് ഇവൻ കൊണ്ടുവന്ന നാണയം കൊടുക്കുന്നു. കർത്താവ് ചോദിക്കുന്നു, എന്താ ഇത്രയേ ഉള്ളൂ? കർത്താവ്, എനിക്ക് വ്യാപാരം ചെയ്യാൻ അറിയത്തില്ലാതെ പോയി, പണം നഷ്ടപ്പെടുമെന്നുള്ള ഭയമായിരുന്നത് കൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചു, നിന്റെ പണം ഇതാ തിരികെ എടുത്തു, ഞാൻ വ്യാപാരം ചെയ്യാതിരുന്നത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ മതിയാകുമായിരുന്നു. നീ പൊക്കോ എന്ന് പറഞ്ഞ് വിടേണ്ടതാണ്. എന്നാൽ ആവശ്യമില്ലാത്ത വാചകങ്ങൾ അവിടെ പറയുകയും നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് എനിക്കറിയാം. ആ കഠിന മനുഷ്യൻ എന്നുള്ള വാക്കൂടെ അവിടെ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ കഠിന മനുഷ്യനാണ്, അതുകൊണ്ട് നീ പലിശ ഇങ്ങോട്ട് വെക്കാൻ പറയുന്നു. ഇതാണ് ആ വാചകത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്ന സമയത്ത് അവർക്ക് വെള്ളമില്ലാതെ വന്ന സമയമുണ്ട്, ആഹാരമില്ലാതെ വന്ന സമയമുണ്ട്, ഇറച്ചി തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും കിട്ടാഞ്ഞ സമയമുണ്ട്, ശത്രുക്കൾ തങ്ങളെ വന്ന് യുദ്ധം ചെയ്തിപ്പോൾ തോൽപ്പിക്കുമെന്ന് തോന്നിയ സമയമുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം ഇവര് ദൈവത്തിനെതിരായിട്ട് പിറുപിറുത്തു. പ്രധാനമായിട്ട് ഇവര് പറയുന്നത്, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾ ഈ മരുഭൂമിയിൽ മരിച്ചു പോകുവാൻ ഇടയായിത്തീരുമെന്നാണ്. ഞങ്ങളും ഈ മരുഭൂമിയിൽ നശിക്കും, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഈ മരുഭൂമിയിൽ നശിക്കും, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നതിന്റെ ചുരുക്കം. അപ്പോൾ ദൈവവും പറഞ്ഞു, ശരിയാ, നിന്നെയൊക്കെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണ്, അതല്ലേ നീ പറയുന്നത്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കർത്താവ് എന്നിട്ട് പറഞ്ഞു, 20 വയസ്സിന് മുകളിലേക്ക് എണ്ണപ്പെട്ടവരിൽ ആരും കനാൻ നാട്ടിൽ കടക്കയില്ല, വാഗ്ദത്ത നാട്ടിൽ കടക്കയില്ല. നിങ്ങളുടെ വാഗൊണ്ട് തന്നെ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ഇവിടെ മരിച്ചു വീഴുമെന്ന്. നിങ്ങൾ തീർച്ചയായും ഇവിടെ മരിച്ചു വീഴും. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ മരിച്ചു വീഴുമെന്ന്. അവരും കൂടി ഇവിടെ മരിച്ചു വീണു കഴിഞ്ഞാല് നിങ്ങൾ ഈ പറയുന്നത് ശരിയാകും, ഞാൻ കഴിവില്ലാത്തവനാകും. അങ്ങനല്ല, നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയാം, നിങ്ങൾ പ്രായപൂർത്തിയായവരാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും, നിങ്ങൾ ഇവിടെ പട്ടുപോകും. പക്ഷേ കൊള്ളയായി പോകുമെന്ന് പറയുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങള്, നശിച്ചു പോകുമെന്ന് നിങ്ങൾ പറയുന്ന കുഞ്ഞുങ്ങള്, അവരെ ഞാൻ കനാൻ നാട്ടിൽ കൊണ്ടുപോകും എന്ന് കർത്താവ് പറയാനിടയായി. അങ്ങനെ അവരുടെ ആ വാക്ക് നിമിത്തമാണ് ആവശ്യമില്ലാത്ത ദുരിതങ്ങളൊക്കെ അവർക്ക് വന്നു ചേർന്നത്. അതുകൊണ്ട് ദൈവമക്കൾ സൂക്ഷിക്കുക, ഓരോ വാക്കും വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. നമ്മൾ പറയുന്ന ആ വാക്ക് ഭാവിയിൽ നമുക്കത് ദോഷമായി തീർന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതായ വാക്ക് നമുക്ക് ഗുണമായി തീരാനും സാധ്യതയുണ്ട്. നിരാശയോടെ ദൈവത്തെ ശപിച്ചു പറയുന്ന വാക്ക് നിമിത്തം പലപ്പോഴും നമ്മൾ ആ പറയുന്ന വാക്ക് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അത് നമുക്ക് ശാപത്തിന് കാരണമായി തീരുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഓരോ വാക്കും സൂക്ഷിച്ചുപയോഗിക്കണം. ഈ കനാന്യ സ്ത്രീക്ക് അവളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കിട്ടാനുള്ള കാര്യം അവളുടെ വാക്കാണ്. ആ സ്ത്രീയെ നായ്ക്കുട്ടിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സംസാരിച്ച സമയത്ത്, എന്നെ നീ നായ്ക്കുട്ടിയാക്കിയോ, എന്നാ നീ തരുന്ന ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് പോയിരുന്നു എങ്കിൽ തീർച്ചയായും ഇവളുടെ മകൾക്ക് സൗഖ്യം വരുമായിരുന്നില്ല. എന്നാൽ അത്ര കഠിനമായ വാക്ക് കേട്ടപ്പോഴും ആ വാക്കൊരു കോംപ്ലിമെന്റ് പോലെ എടുത്തുകൊണ്ട് അവള് വ്യാഖ്യാനിക്കുന്നത് വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടി എന്ന നിലയ്ക്കാണ്. അവള് വീട്ടിനകത്തുള്ളതാ, പുറത്തല്ല എന്ന് അവള് വിശ്വാസത്തോടെ പറയുകയാണ്. സാധാരണഗതി നായ്ക്കുട്ടി എന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മളൊക്കെ ചൂടാകുന്നതാണ്. പക്ഷെ അവളത് വ്യാഖ്യാനിച്ച് വീട്ടിനുള്ളിലുള്ളതാക്കിയെടുത്തു. എന്നിട്ട് വീട്ടിനുള്ളിലുള്ള നായ്ക്കുട്ടികൾ എങ്ങനെയാണ് തിന്നുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞ ആ വാചകങ്ങളെ പോസിറ്റീവ് ആക്കിയെടുത്തു. അങ്ങനെ കർത്താവിനെ കൊണ്ട് അവൾ അത്ഭുതം പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്തത്. ദൈവമക്കളെ, ഇതാണ് വാചകങ്ങളുടെ പ്രത്യേകത. ഒരിക്കലും നാം ദൈവത്തെ ശപിക്കുന്ന വാചകങ്ങൾ പറയാൻ പാടില്ല. ഇയ്യോബിനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ എന്താണ് പരീക്ഷിച്ചത്? അവന്റെ വായിൽ നിന്നൊരു വാക്ക് വരുത്താൻ വേണ്ടിയാണ്. ഈ ദൈവത്തെ സേവിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ഈ ദൈവം ദുഷ്ടനാണ്, ക്രൂരനാണ്, എനിക്ക് ഈ ദൈവത്തെ വേണ്ടാന്നൊരു വാചകം വായിന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് സാത്താൻ ആ പണി മുഴുവൻ പെട്ടത്. അവന്റെ സമ്പത്തുകൾ മുഴുവൻ നശിച്ചു, അവന്റെ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞു. കൂടാതെ അവന്റെ ഭാര്യ പോലും അവനെ തള്ളിക്കളയുന്നു, പരിഹസിക്കുന്നു. ആ സമയത്ത് ഇവന്റെ വായിൽ നിന്ന് എങ്ങനെയെങ്കിലും നിരാശയുടെ ഒരു വാക്ക്, ദൈവത്തിനെതിരായിട്ട് ദൈവത്തെ ദുഷിക്കുന്ന രൂപത്തില് ഒരു വാക്ക്, ഈ ദൈവത്തെ സേവിച്ചിട്ട് എനിക്ക് ഇങ്ങനെല്ലാം വന്നല്ലോ എന്നൊരു വാക്ക്, അത് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് സാത്താൻ പരിശ്രമിച്ചത്. എന്നാലേ അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും യോബ് ദൈവത്തെ ദൂഷിച്ച് പറഞ്ഞില്ല എന്നാണ്, ദൈവത്തിനെതിരായി അവൻ സംസാരിച്ചില്ല എന്നാണ്. അവിടെയാണ് സാത്താൻ തോറ്റുപോയത്. നാം ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് ദൈവത്തിനെതിരായി ഒരു വാക്ക് സംസാരിപ്പിക്കുവാൻ,
നിരാശയുടെ വാക്ക് വരുത്തുവാൻ, ദൈവദൂഷണം നമ്മുടെ നാവിൽ നിന്ന് വരുത്തുവാൻ സാത്താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വന്നാൽ ആ വാക്ക് വെച്ചുകൊണ്ടായിരിക്കും സാത്താൻ പിന്നീട് നമ്മളെ ട്രാപ്പ് ചെയ്യുക. അത് മനസ്സിലാക്കാതെ വായിൽ തോന്നിയ വാക്കുകൾ നാം പറഞ്ഞ് നമുക്ക് കിട്ടേണ്ടതായ അനുഗ്രഹങ്ങൾ, നന്മയൊക്കെയും തടഞ്ഞു കളയാറുണ്ട്. അത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. കനാന്യ സ്ത്രീ ബുദ്ധിയോടെ പറഞ്ഞ വാക്ക് നമുക്കൊരു പാഠമായിരിക്കട്ടെ. നാം ഈ ചിന്തിച്ചു വന്ന ഭാഗത്തിൽ നിന്നും എന്താണ് പഠിക്കുന്നത് എന്ന് ചുരുക്കി പറയട്ടെ. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ദൈവകൽപ്പന എന്ന പേരില് പുറമേയുള്ള പലതും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും തങ്ങൾ ശുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുകയാണ്. എന്നാൽ അവര് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, വ്യാഖ്യാനങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങള് പുറമേ ഇങ്ങനെ ഭക്തി കാണിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഭക്തിയില്ലാത്തവരാണ്. അതല്ല വേണ്ടത്. പുറമേയുള്ളതുപോലെ നിങ്ങൾക്ക് അകമേയും ഭക്തി ഉണ്ടാകേണ്ടതാണ്. മാത്രമല്ല, ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ച ഈ നിയമങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളതെല്ലാം അനുസരിച്ചിട്ട് നിങ്ങൾ വിശുദ്ധരാണ് എന്ന് കരുതുന്നു എങ്കിൽ വിശുദ്ധി അശുദ്ധി ഒന്നും തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളെ നോക്കിയല്ല. എന്തു തന്നെ ഭക്ഷിച്ചാലും അതൊടുവിൽ മറപ്പുരയിൽ പോവുകയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി അശുദ്ധനാകുന്നില്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതായ ദുർഭാഷണം, കൊലപാതകം, ദുശ്ചിന്ത തുടങ്ങിയതായ പാപങ്ങളൊക്കെ ആ വ്യക്തിയെ അശുദ്ധമാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതായ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം, ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഒഫൻഡായി. കർത്താവ് അവരെ കപടഭക്തന്മാരെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ കണ്ടമാനം ഒഫൻഡായി പോയി, നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ താൻ ചെയ്തത് തെറ്റാണ് എന്ന് കർത്താവ് പറയുകയല്ല ചെയ്തത്. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് നട്ടിട്ടില്ലാത്തതൊക്കെയും വേരോടെ പറഞ്ഞു പോകുമെന്ന്. അതിനുശേഷം കർത്താവ് ഒരു അല്പം സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാണ് സോരിലും സിദോനിലും ഒക്കെ സഞ്ചരിച്ചത്. അവിടെ വെച്ച് ഈ കനാന്യ സ്ത്രീ കടന്നു വരികയും അവൾ ആ വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുകയും വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുകയും ചെയ്തതിലൂടെ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അവൾക്ക് സാധിച്ചു. ആ സംഭവം ഇവിടെ പറയുന്നു. സാധാരണഗതിയിൽ ഇസ്രായേൽക്കാർക്ക് ലഭിക്കേണ്ട അനുഗ്രഹം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ച് യേശുവിനുള്ള കടന്ന വിശ്വാസത്തിലൂടെ ആ കനാന്യ സ്ത്രീ നേടിയെടുക്കുവാനും ഇടയായി. ദൈവിക കാഴ്ചപ്പാടിലൂടെയാണ് അശുദ്ധിയെക്കുറിച്ച് സങ്കല്പങ്ങൾ ഉണ്ടാക്കേണ്ടത്. ശുദ്ധമേധേ അശുദ്ധമേധേ എന്ന് മനസ്സിലാക്കേണ്ടത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിലാണെന്നും സത്യം തുറന്നു പറയുമ്പോൾ ഇടറിപ്പോകുന്നവർ ദൈവം നട്ടതായ തൈകളല്ല എന്നും ഈ ഭാഗങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നതാണ്. മാത്രമല്ല, ദൈവത്തിലുള്ള കടന്ന വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ ചട്ടങ്ങളെ മറികടന്നുകൊണ്ടുപോലും അസാധാരണമായ വിധത്തിൽ പോലും കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാമെന്നും ഈ ഭാഗം തെളിയിക്കുകയാണ്. ആകയാൽ കർത്താവിനെ കടന്നു വിശ്വസിച്ചുകൊണ്ട്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, അവിശ്വാസത്തിന്റെ വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹവും നന്മയും പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനങ്ങളിലൂടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇതുപോലെയുള്ള സുവിശേഷ പ്രസംഗങ്ങളോ ഗാനങ്ങളോ അനുഭവ സാക്ഷ്യത്തിന്റെ സിഡികളോ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് താൽപര്യപ്പെടുന്നു എങ്കിൽ സിഡിയിൽ കാണുന്ന അഡ്രസ്സിലോ ടെലിഫോൺ നമ്പറിലോ samkuttimaman@yahoo.com എന്ന ഇമെയിൽ അഡ്രസ്സിലോ ഞങ്ങളുമായി ബന്ധപ്പെടുക.